ബാങ്കുമായി ബന്ധപ്പെട്ട ആധുനിക ബാങ്കുകളുടെ ചില ഇടപാടുകൾ ലളിതമായി പറയാനാണ് ഇനി ഉദ്ദേശിക്കുന്ന ഇബാറത്തുകളിലേക്ക് ആവശ്യാനുസരണം പിന്നീട് വരാം. ഇടയിൽ റിബൽ ഖർളിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഒന്ന് വിശദീകരിക്കുകയാണ്. റിബൽ ഖർള് കടപ്പലിശ പറഞ്ഞല്ലോ. എന്താ കടപ്പലിശയുടെ നിർവചനം? കുല്ലു ഖർളിൻ ജറ മൻഫഅത്തൻ വഹുവ റിബ. കടം കൊടുക്കുന്ന വ്യക്തിക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഭൗതിക നേട്ടം ഉണ്ടാവണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടത്തുന്ന ഏത് കടയിടപാടുകളും റിബൽ ഖർളാണ്, കടപ്പലിശയാണ്. ചിലർക്ക് അവിടെ ഒരു ധാരണ, ആ കൂടുതലായി വാങ്ങുന്ന അളവിൽ കൂടുതൽ തന്നെ ആവണമെന്നില്ല. ഉദാഹരണം, 1,00,000 കടം കൊടുക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് 1,00,000 കടം കൊടുക്കുകയാണ്. ഞാൻ 1,00,000 നിനക്ക് കടം തരാം, പകരം എന്റെ അവിടെ ഒരു റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതിന് ഈ വാടകയ്ക്ക് എടുക്കണം. ആ ഒരു വാടകയ്ക്ക് ഇങ്ങനെ മറ്റാൾക്കാർക്ക് റൂം ആവശ്യം ഉണ്ടാവും ചിലപ്പോ. ഇത് ഇങ്ങനെ രൂപ വെച്ചാലും എന്തായി? റിബൽ ഖർള്. അല്ലെങ്കിൽ ഞാൻ ഇത്ര സംഖ്യ കടം തരാം, 1 കോടി കടം തരാം, അതെനിക്ക് തിരിച്ചു തരും വേണം. പക്ഷെ നിന്റെ ആ വീട് ഏതായാലും നീ വിൽക്കാൻ വെച്ചതാണല്ലോ, അല്ലെങ്കിൽ ആ ഭൂമി വിൽക്കാൻ വെച്ചതാണല്ലോ, അതെനിക്ക് വിൽക്കണം. അതിന് ഞാൻ പൈസ എന്താക്കും? വേറെ തരും. അത് ഇതിന്റെ പേരിൽ കുറവൊന്നും വരുത്തണ്ട. ഏതായാലും നീ അത് വിൽപ്പനക്ക് വെച്ചതാ, അത് പുറത്ത് കാൽക്കും കൊടുക്കരുത്, എനിക്ക് വിൽക്കണം. അതിന്റെ വില എത്രയാണോ പൂർണ്ണമായി ഞാൻ കമ്മി വരുത്താതെ തരും. പക്ഷെ എന്നാൽ പോലും കടം കൊടുത്തതിന്റെ ഒരു വിധേയത്വത്തിന്റെ പേരിൽ അതെന്ത് ചെയ്യണം? വിൽക്കണം എന്ന് നിബന്ധന വെച്ചു. അതൊക്കെ ഏതന്നെയാണ്? റിബൽ ഖർളാണ്, കടപ്പലിശ. കുല്ലു ഖർളിൻ ജറ മൻഫഅത്തൻ, ഐ കുല്ലു ഖർളിൻ ജറ മൻഫഅത്തൻ ഇലൽ മുഖ്രിദി ഫഹുവ റിബ. ഇനി ലളിതമായ ഉദാഹരണം, 100 രൂപ കടം കൊടുക്കുന്നു, പകരം 101 തിരിച്ചു തരണം എന്നാണ് വ്യവസ്ഥ എന്ന് വെക്കുക. അപ്പൊ 101 രൂപ തിരിച്ചു തരണം എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് 100 രൂപ കടം കൊടുത്തു. ഇത് റിബൽ ഖർള്. ചിലർക്കൊരു ധാരണയുണ്ട്, ആ കൂടുതലായി കിട്ടുന്ന ആ 1 രൂപക്കാണ് ഏതെന്ന് പറയുന്നത് റിബ എന്ന് പറയുന്നത്. അത് ശരിയല്ല. കൂടുതലായി കിട്ടുന്ന 1 രൂപക്ക് റിബ എന്ന് പറഞ്ഞോളി, അതുകൊണ്ട് കുരുത്തക്കടൊന്നും തട്ടൂല. സാധാരണ ഇപ്പൊ കണക്ക് വെക്കുന്ന ഒരു പലിശ എന്ന അതിനെ കുറിച്ചായിരിക്കും പറയാറുള്ളത്. പക്ഷെ ഇസ്ലാമികമായി ആ കൂടുതലായി കിട്ടുന്ന സംഖ്യയല്ല മാത്രമല്ല പ്രശ്നം, അല്ലെങ്കിൽ അതല്ല റിബ. 101 രൂപ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ 100 രൂപ കടം കൊടുത്താൽ, ഒരാൾ മറ്റാൾക്ക് 100 രൂപ കടം കൊടുക്കുന്നു, എന്താ വ്യവസ്ഥ? എങ്കിൽ അവര് രണ്ടാളും തമ്മിൽ നടത്തിയ ഖർള് എന്ന ഇടപാട്, 101 തിരിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ 100 രൂപ കടം കൊടുത്തതും ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് 100 രൂപ കടം വാങ്ങിയതും, അതോടുകൂടി അവർ രണ്ടാളും ചെയ്ത അഖ്ദുൽ ഖർള്, അതിനാണ് ഇസ്ലാമിൽ റിബൽ ഖർള് എന്ന് പറയുന്നത്. ആ വ്യവസ്ഥ വെച്ചുകൊണ്ട് കടം കൊടുക്കുകയും ആ വ്യവസ്ഥ വെച്ചുകൊണ്ട് കടം വാങ്ങുകയും ചെയ്തതോടുകൂടി രണ്ടാളും റിബ എന്ന മഹാഗുരുതരമായ പാപം ചെയ്തിരിക്കുന്നു. ഇസ്ലാമിന്റെ ഭാഷയിൽ രണ്ടാളും ഫാസിക്കുകളായി മാറിയിരിക്കുന്നു. ഇനി ആ കടം വീട്ടുമ്പോൾ വാങ്ങിയാള് 101 രൂപ കൊണ്ടുവന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു? കൊടുത്താള് വേണ്ട, എനിക്ക് ആ 1 രൂപ കൂടുതൽ വേണ്ട, ഏത് തന്നെ മതി എന്ന് 100 വാങ്ങിയിട്ടുള്ളൂ. എന്നാൽ പോലും അവര് രണ്ടാളും തമ്മിൽ നേരത്തെ നടത്തിയ ആ കടമിടപാട് അത് റിബയാണ്, പലിശ ഇടപാടാണ്, വൻദോഷമാണ്, ഹറാമാണ്. അതോടുകൂടി ഫാസിഖീങ്ങളായിരിക്കുന്നു. ഞാൻ ആ 1 രൂപ വാങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പലിശ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പലിശ ഇടപാട് ചെയ്തിട്ടില്ല എന്ന് സമാധാനിക്കാൻ വകുപ്പില്ല. മനസ്സിലാകുന്നുണ്ടാവും. ഇനി ഒന്നും കൂടി പറയാം, 101, ഞാൻ ലളിതമായ ഉദാഹരണം പറയാണ്, 1% പലിശ ഉള്ളൂ. അപ്പൊ 101 രൂപ തിരിച്ചു കൊണ്ടുവന്നപ്പോ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, 100ഉം വേണ്ട, നിങ്ങൾക്ക് തന്ന 100 രൂപ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു, തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞാൽ പോലും ബാക്കി നിങ്ങൾ പറയും. അവര് കഴിഞ്ഞ ആഴ്ച നടത്തിയ ഇടപാടുണ്ടല്ലോ, എന്താ ഇടപാട്? 101 തിരിച്ചരണം എന്നുള്ള വ്യവസ്ഥയിൽ 100 രൂപ കടം കൊടുത്തത്, അന്ന് അവർ നടത്തിയ ആ ഇടപാട് റിബയാണ്. അത് ഹറാമാണ്, ചെറിയ ഹറാമല്ല, കബീറത്ത് വൻദോഷമാണ്. അതോടുകൂടി രണ്ടാളും ഫാസിഖീങ്ങളായി മാറിയിരിക്കുന്നു. ഇനി എക്സ്ട്രാ കിട്ടുന്ന ആ 1 രൂപ വാങ്ങാതിരുന്നത് കൊണ്ട് മാത്രം, അത് വാങ്ങണം എന്നല്ല പറയുന്നത്, വാങ്ങണ്ട, അത് വാങ്ങാതിരുന്നത് കൊണ്ട് മാത്രം കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ആ 100ഉം മറുകക്ഷിക്കാണ്ട് സൗജന്യമായി വിട്ടുകൊടുത്തത് കൊണ്ടും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ആ റിബ എന്ന
സന്തോഷം ചെയ്തതിന് രണ്ട് കക്ഷികളും തൗബ ചെയ്ത് നിയമാനുസൃത തൗബ ചെയ്ത് പിന്മാറേണ്ടതാണ്. ഞാൻ എന്തിനാ ഇത് വിശദീകരിച്ചത്? ആ കൂടുതൽ കിട്ടുന്ന ആ സംഖ്യയുടെ പേരാണ് റിബ എന്ന് ചില മുതഅല്ലിങ്ങളും സാധാരണക്കാർ ധാരാളമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല എന്നുണർത്താൻ വേണ്ടിയാണ്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ബാഗുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു.